ഇത് ഇത് കാണുന്നുണ്ടോ എന്നൊന്ന് പറയൂ. ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. ഓക്കെ, കാണുന്നുണ്ട് അല്ലേ? ശരി ശരി. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ഒന്ന് വേഗം പറയാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മൊഡ്യൂൾ 3 ഇഫക്റ്റീവ് സ്ട്രെസ് ഫോർ ദ യൂണിവേഴ്സിറ്റി യു ഹാവ് ടു സ്റ്റഡി ആസ് യു നോ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് സ്ട്രെസ് അല്ലേ. സോ ഇഫക്റ്റീവ് സ്ട്രെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദിസ് സ്ലൈഡ്. Then what is its definition? So for that you will be showing a saturated soil mass, and out of which you will be showing a what prism of soil with the cross sectional area A. അപ്പോൾ ഇതിലാണ്. Then with a piezometer you will be connecting your water headനെ കാണിക്കാനായിട്ട് h എന്നുള്ള ഹൈറ്റിൽ ഒരു ഇതും കാണിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ P equal to total weight, P equal to എന്തായിരിക്കും, weight due to the weight of the prism, gamma sat into h into a എന്നുള്ള രീതിയിൽ വെയിറ്റ് എഴുതിയിട്ട് സിഗ്മ, വാട്ട് യു നീഡ് ഇസ് എ ടോട്ടൽ സ്ട്രെസ് ബിനീത്ത് ദ ബോട്ടം ലെയർ. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന ടോട്ടൽ സ്ട്രെസ് ആണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു പി ബൈ എ. സോ ഇൻ ദിസ് കേസ് ഇറ്റ് കംസ് ആസ്, സിൻസ് ദ സോയിൽ ഇസ് സാച്ചുറേറ്റഡ് ഫ്രം ദി ടോപ്പ് സർഫസ്, ഗാമ സാറ്റ് ഇൻറ്റു എ. ഇൻ ദിസ് കേസ് ഇറ്റ് ഇസ് ഗാമ സാറ്റ് ഇൻറ്റു എച്ച്. അപ്പോൾ കേസ് റെഫർ ചെയ്തിട്ട് എഴുതുക. ഈ കേസിൽ ഗാമ സാറ്റ് ഇൻറ്റു എച്ച് ആണ്. If the soil was raw soil without water table at the ground surface, it will be gamma into h. അപ്പോൾ ആ രീതിയിൽ representing this case, it is here total stress sigma equal to gamma sat into h എന്ന് പറഞ്ഞാൽ മതി. Okay, now in this case at this bottom line, section BB, section A ഉണ്ട്, section BB ഉണ്ട്. section BB യിൽ pore pressure U equal to gamma W into h എന്ന് പറയുക. And Terasaki established the effective stress as the difference between total stress and pore stress, pore pressure or neutral stress അല്ലേ. അപ്പോൾ സിഗ്മ ബാർ ഈക്വൽ ടു സിഗ്മ മൈനസ് യു. ഇത്ര മതി, ഇത്ര എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി നൗ സം മോർ പോയിന്റ്സ് അബൌട്ട് ദി ടോട്ടൽ സ്ട്രെസ്, ഇഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് പോർ പ്രഷർ. അപ്പോൾ അതൊക്കെ നോക്കാം. ഇനി ഇതൊന്നും നോക്കണമെന്നില്ല, കാരണം ഇതിൻ്റെ പ്രോബ്ലം പഠിച്ചാൽ തന്നെ മതി. നമ്മൾ പ്രോബ്ലം എല്ലാം അറിയാമെങ്കിൽ അതിൻ്റെ ഒരു ബാക്കപ്പ് തിയറികളും കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. ഈ സ്ലൈഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വിടുക എന്നുള്ളത് മാത്രമാണ് അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി വരുന്നത് ക്യുക്സാൻഡ് കണ്ടീഷൻ. നമുക്കറിയാം ക്യുക്സാൻഡ് കണ്ടീഷൻ എന്തായിരുന്നു, എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോഷനുള്ള സോയിലാണ് ഇത് വരാറ് അല്ലേ. വാട്ട് ഹാപ്പൻസ് ഡ്യൂ ടു ദ ഹൈ സീപ്പേജ് പ്രഷർ, സോയിൽ ബിഹേവ്സ് ലൈക്ക് എ ലിക്വിഡ് അല്ലേ. അതായത് എർത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് സംഭവിക്കും, അതിൻ്റെ താഴെ ഇമാജിൻ എ അണ്ടർഗ്രൗണ്ട് സ്ട്രീം റൺസ് ഡ്യൂ ടു ദ എർത്ത് ലോഡ് കാരണം it burst out and the seepage water അല്ലേ, the water as such seep to the up, imagine. So more seepage pressure is exerted on the what സാച്ചുറേറ്റഡ് സോയിൽ മാസ്. ഓൾറെഡി അത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ സീപ്പേജ് പ്രഷറും കൂടിയിട്ട് ആയതുകൊണ്ട് ഇറ്റ് ആക്സിലറേറ്റഡ് ദി സീപ്പേജ് പ്രഷർ, പോർ പ്രഷർ. സോ വാട്ട് ഹാപ്പൻസ്, യുവർ സോയിൽ വിൽ ഫ്ലോ ലൈക്ക് എ fluid. Your soil starts flowing like a fluid. ഓക്കെ അല്ലേ. അപ്പം അതിനെയാണ്, ആ ഒരു കണ്ടീഷനാണ് ക്യുക്സാൻഡ് കണ്ടീഷൻ. അങ്ങനെ നമ്മുടെ റോഡിൻ്റെ മുകളിലൊക്കെ അവിടെയൊക്കെ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ, ഫിഷേഴ്സ് ഉണ്ടെങ്കിൽ, സോയിൽ വിൽ ഫൈൻഡ് ഇറ്റ്സ് വേ ടു കം ഔട്ട് ടു ദി സർഫസ് ആൻഡ് ഇറ്റ് കംസ് ലൈക്ക് എ ജെറ്റ്, ബോയിലിംഗ് മാസ് പോലെ ഇങ്ങനെ ചീറ്റി വരാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാക്കണം, അത് ആ ഒരു കണ്ടീഷനെ നമ്മൾ ലിക്വിഫാക്ഷൻ എന്നാണ് പറയുക. അത് എർത്ത് നമ്മൾ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ലൂസ് ചെയ്തിട്ട് അങ്ങനെ സംഭവിക്കും. അതിനെ ലിക്വിഫാക്ഷൻ പ്രോസസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യുക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ. അപ്പോൾ ക്യുക്സാൻഡ് കണ്ടീഷൻ അല്ലേ നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ള. അപ്പോൾ അത് ആ രീതിയിൽ എഴുതിയാൽ മതി. അപ്പോൾ അതാണല്ലോ അത്. ഇനി അതിൻ്റെ മെക്കാനിസം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗ്മ ഈക്വൽ ടു യു ആകുമ്പോൾ ഇഫക്റ്റീവ് സ്ട്രെസ് എന്താവും, സിഗ്മ മൈനസ് യു, രണ്ടും ഈക്വൽ ആകുമ്പോൾ 0 ആവും. സിഗ്മ ഈക്വൽ ടു യു ആകുമ്പോൾ സിഗ്മ മൈനസ് യു ഈക്വൽ ടു 0 ആവും. സോ സിഗ്മ ഡാഷ് ഈക്വൽ ടു 0 ആയി മാറും. ദാറ്റ് ഈസ് എഫക്റ്റീവ് സ്ട്രെസ്, ദാറ്റ് ഈസ് എ മെക്കാനിസം. അതിൻ്റെ ശേഷം ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്താണെന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിൽ ഐ ഈക്വൽ ടു ഗാമ സബ്മേർജ് ബൈ ഗാമ ഡബ്ല്യു ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഗാമ സബ്മേർജിലെ ഇങ്ങനെ ഒരു ഇക്വേഷൻ G-1/1 + E, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ജിയുടെ വാല്യൂ അവർ തന്നിട്ട് ഇയും തന്നിട്ട് വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ഗ്രേഡിയൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ 3 മാർക്കിനൊക്കെ അവർക്ക് ചോദിക്കാമല്ലോ. ചോദിച്ചുകൂടായികയൊന്നുമില്ല.
ക്യാപിറ്റൽ ജിയും തരും ഇയും തരും. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എത്രയാണെന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് വെനെവർ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ഇസ് ആസ്ക്ഡ് യു ഹാവ് ടു ഡ്രോ ദി സ്കെച്ച് ആസ് വെൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം H/L ആണ്. ആക്ച്വലി I ഈക്വൽ ടു H/L ആണ്. വെൻ ക്വിക്സാൻഡ് കണ്ടീഷൻ ഇസ് yielded I ടെൻഡ്സ് ടു IC. സോ IC ഈസ് ഈക്വൽ ടു ഇവിടെ എവിടെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, വെൻ ദ സീപ്പേജ് ഫോഴ്സ് ബിക്കംസ് ഈക്വൽ ടു ദ സബ്മേർജ്ഡ് വെയിറ്റ് ആവും എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് IC ഈക്വൽ ടു ഗാമ സബ്മേർജ്ഡ് ബൈ ഗാമ W എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് നമ്മൾ വന്നത്. അതിൽ നിന്നാണ് ഈ G-1/1 + E എന്നുള്ള സംഭവം വന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രയും എഴുതി വെക്കണം കേട്ടോ. ഇനി അതിൻ്റെ എന്താണ് ഇഫക്ട്സ് ഓഫ് ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എഴുതിക്കൂടെ? ക്വിക്സാൻഡ് വന്നു കഴിഞ്ഞാൽ ബോയിലിംഗ് സാൻഡ് ലിക്വിഡ് പോലെ ആവും, ബെയറിംഗ് കപ്പാസിറ്റി 0 ആവും, ഷിയർ സ്ട്രെങ്ത് 0 ആവും, ബെയറിംഗ് കപ്പാസിറ്റി 0 ആവുമ്പോൾ അതിന് മുകളിലുള്ള ബിൽഡിങ്സ് ഒക്കെ വീഴും, എക്സ്കവേഷൻസ് കൊളാപ്സ് ചെയ്യും, പൈപ്പ്സ് ഒക്കെ പൊട്ടിപ്പോവും അല്ലേ? അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. ഇനി എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോവറിങ് ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ യൂസിങ് പമ്പ്സ് അല്ലേ, ഫ്ലഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ സംസ് കുഴികളൊക്കെ കുഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കുക. എങ്ങനെ ഡിച്ചസും എങ്ങനെയും ഗ്രൗണ്ട് വാട്ടർ ടേബിളിനെ നമുക്ക് കുറയ്ക്കണം. ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡ്രെയിൻസും അല്ലെങ്കിൽ ഡിച്ചസ് ബറോസും ഒക്കെ കൊടുത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുഴികളൊക്കെ എടുത്തിട്ട് നമ്മൾ ആ കുഴികളൊക്കെ നിറയ്ക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ആ ഒരു സീപ്പേജ് പ്രഷർ കൂടുതൽ വരില്ല. അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റംസ് കൊടുക്കുക, ഷീറ്റ് പൈൽസ്, കട്ട് ഓഫ് ഹോൾസ് കൊടുക്കുക, സീപ്പേജിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അല്ലെ, സീപ്പേജ് പ്രഷർ നിങ്ങൾ ആലോചിച്ചോളൂ. ഈ താഴ്ത്തുന്ന സീപ്പേജ് പ്രഷർ മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബാരിയർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വരില്ലല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും അങ്ങനത്തെ സന്ദർഭങ്ങൾ സിനാരിയോ ഉള്ള മണ്ണാണെങ്കിൽ അവിടെ ഷീറ്റ് പൈൽസ്, അതാണ് നമ്മൾ ജിയോ സിന്തറ്റിക് ലൈനേഴ്സ് ഒക്കെ ഓണേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ ഇവിടെ കൊടുത്താൽ നല്ലതായിരിക്കും. ഫിൽറ്റേഴ്സ് കൊടുക്കുക, അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കാൻ നല്ലതായിരിക്കും. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ളത് അറിയില്ല. മനസ്സിലായി? ഇതിപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു സോയിലൊക്കെ ക്വിക്സാൻഡ് കണ്ടീഷൻ വരുമ്പോൾ സോയിൽ ഫ്ലോസ് ലൈക്ക് എ ഫ്ലൂയിഡ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കാണുന്നില്ലേ? ആരാ പറയുന്നേ? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് ശരണ്യ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് പറയൂ വേഗം. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വേഗം പറയുമ്പോൾ ഇതായിരുന്നില്ലേ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇതാണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതല്ല, പക്ഷെ ഞാനൊരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഇതുമില്ല, ഇവിടെ ഒറ്റ സാൻഡ് തന്നെയാണ് എന്നുള്ളതും അറിയാം. ഈ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. 3 മീറ്റർ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഗാമയും ഗാമ സെറ്റും തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 3 ലെവലിലെയും ABC എന്ന് പറയുന്ന 3 ലെവലിലെയും ഇതെടുത്തു. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ കണക്കുകളാണ് യൂഷ്വലി വരിക. അപ്പോൾ ഒരു പ്രശ്നമില്ല. A ലെവൽ എടുക്കുന്നു, BB ലെവൽ എടുക്കുന്നു, CC ലെവൽ എടുക്കുന്നു. ട്രയാങ്കുലർ വേരിയേഷൻ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴേ കറക്റ്റ് ആ വാല്യൂ പ്ലോട്ട് ചെയ്തിട്ട് വരയ്ക്കണം കേട്ടോ. കാരണം വാല്യൂ പ്ലോട്ട് ചെയ്ത് വരച്ചില്ലെങ്കിൽ നിങ്ങളുടെ ട്രയാങ്കിൾ കണ്ടോ ഇങ്ങനെ പറഞ്ഞു വരും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് സ്കെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് കണ്ടോ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈനല്ലേ വന്നത്. അപ്പോൾ എപ്പോഴും സ്കെയിൽ എടുത്തിട്ട് തന്നെ, സ്കെയിൽ എടുക്കുക പറഞ്ഞാൽ ആ വാല്യൂവിനെ സ്കെയിൽ ചെയ്തിട്ട് തന്നെ വേണം ഇത് വരയ്ക്കാൻ. ആരും അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഒന്നുമില്ല. എന്നാലും ഇത് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ വന്നാൽ വളരെ നല്ലതല്ലേ? മനസ്സിലായി? അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നാലാണ് അത് അങ്ങനെ വരുള്ളൂ. കണ്ടോ ഈ ട്രയാങ്കിളിൽ ഇപ്പോൾ ഇങ്ങനെയും പോവായിരുന്നല്ലോ, പക്ഷെ ഇത് ഈ വാല്യൂ ഇങ്ങനെ വന്നുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഇതുമില്ല. ഇതിലൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ A എന്ന് പറയുന്ന ലെവലിൽ പോർ പ്രഷർ 0 ആണ്. B എന്ന് പറയുന്ന ലെവലിൽ പോർ പ്രഷർ 0 ആണ്. ബിയുടെ തൊട്ട് താഴെ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് പോർ പ്രഷർ ബിൽഡ് ചെയ്യുക? ആലോചിച്ച് നോക്കും. ഇവിടെ C എന്ന ലെവലിൽ എത്തുമ്പോൾ പോർ പ്രഷറിന്റെ രീതിയെ നോക്കുക നിങ്ങൾ. A ലെവലിൽ പോർ പ്രഷർ 0, BB ലെവലിൽ പോർ പ്രഷർ അഗെയിൻ 0. ഇനി ഞാനിതിൻ്റെ ഇവിടെ ഒരു 7 മീറ്റർ അല്ലേ, ഒരു 4 മീറ്ററിൽ പറയുകയാണെങ്കിൽ എത്ര വരും പോർ പ്രഷർ? എത്ര വരും ശരണി ഒന്ന് പറഞ്ഞേ. ഇപ്പം ഇതിൻ്റെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് 4 മീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഗ്രൗണ്ടിൽ നിന്ന് 4 മീറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിലെ പോർ പ്രഷർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ എത്രയായിരിക്കും വരിക? ഗാമ W ഇൻറ്റു വാട്ടർ ടേബിളിൽ നിന്ന് ആ ലൈനിലേക്ക് 1 അല്ലേ, 9.81 ഇൻറ്റു 1 ആണ് ഇവിടേക്ക് വരിക. അങ്ങനെ ഓരോ മീറ്ററിലും അങ്ങനെ ഗ്രാജുവലി അത് കൂടിക്കൂടി വന്ന് അവസാനം CC എന്ന് പറയുന്ന ലൈനിൽ എത്തുമ്പോൾ എത്ര വരും? 9.81 ഇൻറ്റു 7 വരും. മനസ്സിലായി? അപ്പോൾ ഗ്രാജുവൽ ആയിട്ടാണ് ഇങ്ങനെ ഇവിടെ 0, ഇവിടെ 0, ഇവിടെ ഓട്ടോമാറ്റിക്കലി 0, ഇവിടെ 0,
വാട്ടർ ടേബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാജുവലി അതിങ്ങനെ കൂടി കൂടി കണ്ടോ, ട്രയാങ്കിൾ ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ടാണ് അത് കൂടി വന്നത്. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അബവ് ബി ബി ലൈനും ജസ്റ്റ് ബിലോ ബി ബി ലൈനും എടുക്കേണ്ടതില്ല. ക്ലിയർ ആണോ? അതാണ് അതിന്റെ ആക്ച്വൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യനിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. എന്ത് വേണ്ട? ജസ്റ്റ് അബവ് ബി ബി ലൈനും വേണ്ട, ജസ്റ്റ് ബിലോ ബി ബി ലൈനും വേണ്ട, ഇങ്ങനെ തന്നെ മതി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇത് അങ്ങനെ പോയി. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യന്റെ ഇത് ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് വാട്ടർ ടേബിള് 5 മീറ്ററും കൂടി ലോവർ ചെയ്തു. 5 മീറ്ററും കൂടി ലോവർ ചെയ്തു എന്ന് പറയുമ്പോൾ കണ്ടോ, ഇവിടെ 3 മീറ്റർ ഉള്ളത് 5 കൂടി ഇറങ്ങി എന്ന് പറയുമ്പോൾ വേനൽക്കാലമൊക്കെ വന്നപ്പോൾ മഴയുടെ ലഭ്യത മീൻസ് അതെന്തായിരിക്കും, ഗ്രൗണ്ട് വാട്ടർ കിണറ്റിലെ വെള്ളം വറ്റി. അപ്പൊ അത് 5 മീറ്ററും കൂടി ഇറങ്ങി എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് 8 മീറ്റർ ഇറങ്ങി. അപ്പൊ നമ്മുടെ സിഗ്മ ബാർ കണ്ടുപിടിച്ചൂടെ? സിഗ്മ എന്ന് പറയുമ്പോൾ അറിയാം, എ ലൈനിൽ ഇല്ല, ബി ബി ലൈൻ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ തന്നെ ഇറങ്ങി. അപ്പൊ 8 മീറ്റർ ലെവലിലാണ്. അപ്പൊ 8 ഇൻറ്റു അത് ചെയ്യണം, പ്ലസ് 2 ഇൻറ്റു ചെയ്യണം എന്നുള്ളത് അറിയാം. യു എന്നുള്ളത് കണ്ടുപിടിച്ചു, സിഗ്മ ബാർ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഇഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നതായിട്ട് കണ്ടോ? ഈ വാട്ടർ ടേബിൾ ഇറങ്ങുമ്പോഴാണ് ഇഫക്റ്റീവ് സ്ട്രെസ് എന്ത് പറയുന്നത്, കൂടുന്നത്. കണ്ടോ, വാട്ടർ ടേബിൾ ഹയർ ആയിരുന്നപ്പോൾ ഇഫക്റ്റീവ് സ്ട്രെസ് എത്രയായിരുന്നു? കണ്ടോ, 117 ആയിരുന്നില്ലേ? വാട്ടർ ടേബിൾ വീണ്ടും ഇറങ്ങിയപ്പോൾ ഈ ഇഫക്റ്റീവ് സ്ട്രെസ് കൂടി. അപ്പൊ അതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെയുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് സ്ട്രെസ് ആണ് ഉണ്ടായിരുന്നത്. വാട്ടർ ടേബിൾ ഇറങ്ങുമ്പോഴാണ് ഇഫക്റ്റീവ് സ്ട്രെസ് കൂടുന്നത്. കാരണം പോർ പ്രഷർ കണ്ടോ, അത് അങ്ങനെ വന്നില്ലേ? അപ്പൊ ആ രീതിയിലായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. അപ്പൊ അതിൽ ചേഞ്ച് ഇൻ ഇഫക്റ്റീവ് സ്ട്രെസ് വയ്ക്കുമ്പോൾ ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ വാല്യൂ കിട്ടി. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? 155 മൈനസ് 0.92 മൈനസ് 117 ഡിവൈഡഡ് ബൈ 155 ഇൻറ്റു അത് ചെയ്തിട്ട് പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും എഴുതി കൊണ്ടുവരണം. ഇനി ഇനി ഈ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. ഇനി ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇവിടെ നമ്മൾക്ക് 3 ലെയറിലായിട്ടല്ലേ നമ്മൾ ചെയ്തത്? ഇത് 3 ലെയറിലായിട്ടല്ലേ ചെയ്തേ? അപ്പൊ ഇതില് ഒരു പ്രശ്നമില്ല, ഇതിലും ഇതുപോലെ തന്നെ ചെയ്യണം. കാരണം ഇവിടെയും ഡിഫറൻസ് ഓയിൽ ആണെങ്കിലും ഇവിടെയും പറഞ്ഞ പോലെ ഗ്രാജുവൽ ആയിട്ടാണ് ഇതിങ്ങനെ വേരി ചെയ്ത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എബോവ് ബോട്ടം ലൈനും ബിലോ ബോട്ടം ലൈനും ഒന്നും വേണ്ട. നമ്മൾ ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ തന്നെ വരച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ സിഗ്മ ഡയഗ്രം കിട്ടും. ഇവിടെയൊക്കെ വാല്യൂസ് മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെയും വേണം, ഇവിടെയും വേണം. ആ രീതിയിൽ ചെറുതായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം അതിന് ഭംഗിയായിട്ടൊന്ന് ഹാച്ച് ഒക്കെ ചെയ്ത് വെക്കുക. ഹാച്ച് എല്ലാം ഷെയ്ഡ് വെച്ച് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? അത് ഇത്തിരി വലുതായിട്ട് വരച്ച് വെക്കുക. പടം വളരെ ചെറുതായി കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക തന്നെ ഇല്ല. അപ്പോൾ വലുതായിട്ട് തന്നെ വരച്ച് വെക്കുക. ക്ലിയർ അല്ലേ? ഇനിയുള്ളത് നമ്മുടെ കാപ്പിലറി വരുമ്പോൾ ഒരു ഇത് വരും. കാപ്പിലറിയുടെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കൂ. ഇവിടെ എ ലൈനിൽ പോർ പ്രഷറിന്റെ ഒരു രീതിയിലാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ടോപ്പ് ലെയറിൽ 0 ആണ് പോർ പ്രഷർ, 0 ആണ് പോർ പ്രഷർ. ബി ബി എന്ന് പറയുന്ന ലൈനിൽ പോർ പ്രഷർ എന്താണ് ഇവിടെ ഇവർ പറയുന്നുണ്ട്, ബി സി സോൺ എന്ന് പറയുന്ന ഒരു കാപ്പിലറി ഫ്രിഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബി ബി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മൈനസ് എന്ത് വരും? 9.81 ഇൻറ്റു 1 എന്ന് പറയുന്ന വാല്യൂ വരും അല്ലേ? ബി ബി എന്ന് പറയുമ്പോൾ അത് വരും, അങ്ങനെ വരും. സി സി എന്ന് പറയുമ്പോൾ 0 പിന്നെ ഇവിടുന്ന്. അപ്പൊ അതൊരു യുവർ പോർ പ്രഷർ ഈസ് വേരിയിങ് അബ്സേർഡ്ലി. അതൊരു വല്ലാത്തൊരു മാറ്റമാണ് അവിടെ പോർ പ്രഷറിന് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ അത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പോർ പ്രഷർ ഉണ്ട്. ഇവിടെ മൈനസ് ആയിരുന്നു, മൈനസ് എത്ര വന്നേ? മൈനസ് 1 ഇൻറ്റു 10 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള്? മൈനസ് 1 ഇൻറ്റു 10 എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞു. ഇവിടെ മൈനസ് 1 ഇൻറ്റു 10. ഇനി ഇവിടെ വരുമ്പോൾ അത് 0 ആയി. ഇനി പിന്നെ അങ്ങനെ അപ്പൊ അത് മൈനസ് ഭയങ്കര ഒരു ഇതല്ലേ. ഇവിടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, നെഗറ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഇവിടെ എത്തിയപ്പോൾ എന്താ ചെയ്യുന്നത്? അതിന്റെ ചോടയൊക്കെ അത് ഉണ്ടായിരുന്നു, മൈനസ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ മൈനസ് ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ എത്തിയപ്പോൾ മൈനസ് വാല്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലൈനിൽ എത്തിയപ്പോൾ അതെന്തായി? 0 ആയി അല്ലേ? ഇതിന്റെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വാല്യൂ ഇല്ലായിരുന്നു, മൈനസ് മൈനസ് വാല്യൂസ് ഉണ്ടായിരുന്നു സി എത്തുന്നവരെ. ഇവിടെ മൈനസ് 10 ഇൻറ്റു 1 ആയിരുന്നെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഒരു 0.9 ഈ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ലൈനിൽ എത്തിയപ്പോൾ 0 ആയി. ഇനി അത് പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ എബവ് ബി ബി ലൈനും ബിലോ ബി ബി ലൈനും എടുക്കേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സാധാരണ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എ ബി സി ഡി എന്ന് പറയുന്ന 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലത്തെ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ആ രീതിയിൽ വരയ്ക്കാം. ഇനി ഇത് മനസ്സിലാക്കിയവരാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഒന്നും കൂടി സമയം കിട്ടുമ്പോൾ ലാസ്റ്റ് ചെയ്യുള്ളൂ. നാളെ മറ്റു ക്വസ്റ്റ്യൻ ആയിരിക്കും വെനസ്ഡേ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നൗ കൺസിഡറിങ് ദി എന്താ പറയുന്നത്, കൺസിഡറിങ് ദി ചേഞ്ച് അല്ലേ? ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാക്കുമ്പോൾ ആക്ച്വലി വി ഹാവ് ടു ടേക്ക് ദ ടോപ്പ് ലെയർ ആൻഡ് ബോട്ടം ലെയർ ഓഫ് ദ ബി ബി സെക്ഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എയില് 0 ആണ്, എയില് എല്ലാം 0 ആണെന്ന് എഴുതി വെച്ചു.
ബി ബി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആ ഒരു കാപ്പിലറിയുടെ കേസ് വന്നുകൊണ്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ പ്രഷർ ഒബ്സർവ് ചെയ്തുകൊണ്ട് വി ഹാവ് ടു കൺസിഡർ ദി ബി ബി ലൈൻ എബവ് ആൻഡ് ബിലോ. അപ്പൊ ജസ്റ്റ് എബവ് നമ്മൾ എടുക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ടോപ്പ് ലെയർ ഒന്നും എഴുതണ്ട കേട്ടോ. ബി ബി സെക്ഷൻ ബി ബി ജസ്റ്റ് അബവ് എന്ന് ബ്രാക്കറ്റിൽ എഴുതുക. എന്താ എഴുതേണ്ടത്? സെക്ഷൻ ബി ബി ജസ്റ്റ് അബവ് എന്ന് എഴുതിയാൽ മതി ബ്രാക്കറ്റിൽ. അപ്പൊ അവിടെ സിഗ്മ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിഗ്മ ജസ്റ്റ് അബവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെയറിന്റെ തന്നെയാണ്, ടോപ്പ് ലെയറിന്റെ തന്നെയാണ് 16.77, അത് ഇൻറ്റു 2.5 വാല്യൂ വരും. ജസ്റ്റ് എബവ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബി ബി ലൈൻ കടന്ന് മുകളിലേക്ക് പോയതുകൊണ്ട് പോർ പ്രഷർ 0 ആണ്, സിഗ്മ ബാർ വാല്യൂ കിട്ടി. ഇനി അടുത്ത് സെക്ഷൻ ബി ബി എന്ത് ചെയ്താ? സെക്ഷൻ ബി ബി ജസ്റ്റ് ബിലോ. അപ്പൊ സിഗ്മ ബാർ അപ്പോഴും ഇല്ല, കാരണം ഈ ജസ്റ്റ് ബിലോ എന്ന് പറഞ്ഞാലും ഈ ടോപ്പ് ലെയറിന്റെ വെയിറ്റ് തന്നെയാണ് അവിടെ ടോട്ടൽ സ്ട്രെസ് ഇമ്പാർട്ട് ചെയ്യുന്നത്. 16.7 ഇൻറ്റു 2 തന്നെയെന്ന് വരുള്ളൂ. പക്ഷേ അവിടെ യു എത്ര വരും? പോർ പ്രഷർ എത്ര വരും? ഇവിടെ ഈ ബി ബി ലൈനിൽ എത്രയാണോ അത് തന്നെ വരിക. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു -1 ഇൻറ്റു 1 മീറ്റർ ആണ്, ഇൻറ്റു 10 ആണ് എടുത്തെങ്കിൽ 10, 9.81 ആയതു 9.81 മൈനസ് വാല്യൂ കിട്ടി. സിഗ്മ ബാർ കണ്ടുപിടിക്കാമല്ലോ. ഇനി സി സിയിലൊന്നും ഒരു ചേഞ്ചും ഇല്ല. സി സിയിൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16.77 ഇൻറ്റു 2.5 പ്ലസ് എന്ത് വരും? മറ്റേത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയി 20.25 ഇൻറ്റു നമ്മുടെ ഈ ബി തൊട്ട് ഡി വരെയുള്ള ദൂരം അത് എത്രയായിരുന്നു? 3.5 അല്ലേ? അപ്പൊ അത് അങ്ങനെ കിട്ടി. ഇനി യു എന്ന് പറയുന്നത് എന്താണ്? സി സി എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ടേബിൾ ലെവലാണ്. അപ്പോൾ അവിടെ നമ്മുടെ കാപ്പിലറിനെയും വാട്ടർ ടേബിൾ കാരണമുള്ള പോർ പ്രഷറും ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കാപ്പിലറി നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ എടുക്കണം, ഇവിടെ എടുക്കില്ല. അപ്പോൾ സി സി എന്നാണ് വാട്ടർ ടേബിൾ എന്നാണ് വെള്ളം മേളിലേക്ക് പടരുന്നതിനെയാണ് കാപ്പിലറി. അപ്പോൾ വാട്ടർ ടേബിളിൻ്റെ അവിടെ നമ്മളെപ്പോഴും പോർ പ്രഷർ എന്താ എടുക്കുക? അത് 0 തന്നെ എടുത്താൽ മതി. അതുകൊണ്ടാണ് അവിടെ 0 വന്നത്. മനസ്സിലായോ? സിഗ്മ ബാർ കണ്ടുപിടിക്കുക. ഇനി ലെവൽ ഡി ഡിയിൽ വരുമ്പോൾ 16.7 ഇൻറ്റു 2.5 പ്ലസ് 20.5 ഇൻറ്റു 3.5 വരും. ഇനി ഇവിടെ എത്തുമ്പോൾ പോർ പ്രഷറിന് വാല്യൂ ഉണ്ട് 2.5 ഇൻറ്റു എന്ത് വരും? 2.5 ഏതാണ്? വാട്ടർ ടേബിൾ തൊട്ട് നമ്മുടെ ഇതുവരെയുള്ള 2.5 ഇൻറ്റു 9.81 ചെയ്യുമ്പോൾ സിഗ്മ ബാർ കിട്ടും. മനസ്സിലായോ? ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നു. ബി ബി ലൈനിൽ ഇത് വരയ്ക്കുന്നു, സി സി ലൈനിൽ ഇത് വരയ്ക്കുന്നു, ഇതിലും ഇത് വരയ്ക്കും. പോർ പ്രഷർ നമ്മൾ വരച്ച പോലെ തന്നെ മൈനസും പ്ലസും ഇട്ടും. ഇനി സിഗ്മ ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുക. ഇവിടെ കണ്ടോ? ഇവിടെ ബി ബി ജസ്റ്റ് എബോ ജസ്റ്റ് ബിലോ സിഗ്മയിൽ മാറ്റമില്ല കണ്ടോ? 41.93 41. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ ഈ സാധനം ഇതേപോലെ തന്നെ വന്നത്. പോർ പ്രഷറിലാണെങ്കിലും അവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഇവിടെ ഒക്കെ 0 ആണ് വാല്യൂ അല്ലേ? ഇവിടെ കണ്ടോ? ബി ബിയിലൊക്കെ ഇതാണ്. ബി ബിയിൽ ഇവിടെ ഒരു മൈനസ് വന്നു, അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇതിൽ മൈനസ് എന്നുള്ളത്. നമ്മുടെ മറ്റേ രീതിയാണെങ്കിൽ നമുക്ക് എന്താണ്? സെക്ഷൻ ബി ബി മാത്രം ഒറ്റയുള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് അവിടെ എടുത്തു. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ -9.81 തന്നെ എടുത്തിട്ട് ചെയ്യാം. മനസ്സിലായോ? ഇനി ഇവിടെ എടുക്കുമ്പോൾ 24 അങ്ങനെ ക്ലോസ് ചെയ്തു. ഇനി നമ്മുടെ സിഗ്മ ബാർ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പിൽ 0 മാർക്ക് ചെയ്തു. ബി ബിയിൽ നമ്മൾ നേരെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ബി ബിയിൽ നമുക്ക് 2 വാല്യൂ മാർക്ക് ചെയ്യേണ്ടതുള്ളത് മനസ്സിലാക്കണം. ബി ബിയിൽ സിഗ്മ ബാർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 41.93 ഉണ്ട്. അതുപോലെ ഇവിടെ എത്രയുണ്ട്? 51.94 ഉണ്ട്. അപ്പൊ ആദ്യം 41.93 ഇവിടെ മാർക്ക് ചെയ്യാം. അതിന്റെ ശേഷം ആ ലൈനിൽ തന്നെ നേരെ 41 കഴിഞ്ഞാൽ ഒരു എത്രയും കൂടി വിടണം? ഒരു അല്ലേ? സ്കെയിൽ 4 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് 4 സെന്റിമീറ്ററിലാണ് എടുത്തതെങ്കിൽ അത് കഴിഞ്ഞ് 1 സെന്റിമീറ്ററും കൂടി വിട്ടാലാണ് 5 സെന്റിമീറ്റർ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ 551 കണക്ട് ചെയ്യാം. താഴെ വരുമ്പോൾ ഇവിടെ ഒറ്റ വാല്യൂ ഉള്ളൂ. ഡി ഡിയിൽ നമുക്ക് എത്രയുള്ളൂ? 88 പോയിന്റ് ആണ് മാർക്ക് ചെയ്യാൻ. അത് മാർക്ക് ചെയ്തു. അതിന് ശേഷം തെറ്റിക്കരുത്, ഫസ്റ്റ് പോയിന്റ് എടുത്തിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് വേണം കണക്ട് ചെയ്യാൻ. മനസ്സിലായോ? ഇവിടെ നിന്ന് 41ലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്ന് വരച്ച് 51ലേക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതിങ്ങനെ എടുക്കുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഈ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടുണ്ടെങ്കിൽ കാപ്പിലറി ആക്ഷന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ അങ്ങോട്ട് ചെയ്താൽ മതി. ഇനി ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്തിട്ട് ആക്കി വെച്ച്, ആക്ച്വലി പറഞ്ഞ പോലെ ഇതും അതും ഒക്കെ ചെയ്താൽ മാർക്കിന് വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്യായിരിക്കും നല്ലത് തോന്നുന്നു. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു യെസ് അവിടെ പറയൂ. അപ്പം ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു യെസ് അവിടെ ഇടൂ. മനസ്സിലായവര്? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ ഇത് കണ്ടോ? ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മറ്റു രീതിയിലൊന്നും ചെയ്തിട്ട് വരാം, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിൽ 60 ഇപ്പോൾ ഇങ്ങനെ ആണ് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ
ഇതിലെ സോയിൽ പ്രൊഫൈൽ അല്ലേ, ഇത് ക്ലേ ആണ്, സാൻഡ് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇതിലെന്താ പറയുന്നത്, സാൻഡ് ലെയർ എന്നൊരു സ്റ്റാൻഡ് പൈപ്പ് ഇട്ടിട്ട് അല്ലേ, അപ്പോൾ വെള്ളം ഇങ്ങനെ ചീറ്റി പോകുന്നിട്ട് അതവിടെ 2 മീറ്ററിന്റെ കോളം അവിടെ വാട്ടർ ടേബിൾ കാണിച്ചു അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മുടെ ആർട്ടീഷ്യൻ സാൻഡ് എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മുടെ അക്യൂഫർ പോലെയാണ് ആക്ട് ചെയ്യുക. നമ്മൾ അല്ലേ മണലിൽ അവിടെ വെള്ളത്തിന്റെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ പൈപ്പ് ഇട്ടപ്പോൾ അല്ലെ കോഴൽ കിണർ കുഴിച്ച പോലെ ആലോചിച്ചോ, നമ്മൾ അവിടെ പൈപ്പ് ഇട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റി വന്നിട്ട് 2 മീറ്റർ ഹെഡ്, 2 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഇല്ലേ, നമ്മുടെ ഒരു വീടിന്റെ ഒറ്റ നിലയേക്കാളും കൂടുതൽ വെള്ളം വന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു കിണറ്റിൽ വെള്ളം കണ്ടപ്പോൾ മീൻസ് അതൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ വന്നേ, മനസ്സിലായോ. അപ്പം അത് ഇങ്ങനെ ഒരു ഇതുപോലെ 2 മീറ്ററോളം വെള്ളം ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു പൈപ്പിൽ ഇങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതില് നമ്മുടെ ഇത് വരയ്ക്കണം. അപ്പം ഇതിലും നമ്മൾ ആലോചിക്കുമ്പോൾ പോർ പ്രഷറിന്റെ സംഭവം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പിലൊക്കെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. സാധാരണ ഇത് ഈ ടൈപ്പേ ചോദിക്കാറുള്ളൂ. ഇത് മനസ്സിലായോ, നമ്മുടെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷെ ഇത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെയ്യണമല്ലോ നമുക്ക്. അപ്പം ആ രീതിയിൽ വരുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ പോർ പ്രഷർ എന്താണ്, ഇവിടെ ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഓക്കെ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് പറയാം. അപ്പം ടോപ്പ് സെക്ഷൻ എയിൽ ഇവിടെ 0 സിഗ്മ 0 U 0 സിഗ്മ ബാർ 0 അല്ലേ. ഇനി നമ്മുടെ ഇവിടെ വരുമ്പോൾ BB എന്നുള്ള ലൈനിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, BB ലൈനിൽ വരുമ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ സോയിൽ ഉണ്ട് അല്ലേ. അപ്പോൾ സോയിലിൻ്റെ ക്ലേയുടെ ഡെൻസിറ്റി അവർ തന്നിട്ടുണ്ട്. ക്ലേയുടെ ഡെൻസിറ്റി എത്രയാണ്, 19.5 ഇൻറ്റു 4 വരും. 19.5 ഇൻറ്റു 4. U എന്ന് പറയുമ്പോൾ ക്ലേയിൽ എത്രയാണ് വരുന്നത്, ക്ലേയിൽ ഗ്രൗണ്ട് സർഫസിൽ നിന്നുള്ളത് എടുത്താൽ മതി. കാരണം ഇത് സാൻഡിൻ്റെയാണ്. ഈ എക്സ്ട്രാ 2 മീറ്റർ കാണിച്ചു എന്നുള്ളത് സാൻഡിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള കേസാണ്. ക്ലേയുടെ കാര്യം പറയുമ്പോൾ BB ലൈനിൽ വരുമ്പോൾ എന്താ വരിക, ക്ലേയുടെ ഡെൻസിറ്റി ഇൻറ്റു 4 ചെയ്യുമ്പോൾ സിഗ്മ കിട്ടി. ഇനി U എന്ന് പറയുമ്പോൾ എന്താണ് വരിക, U എന്ന് പറയുമ്പോൾ ഇവിടെ 4 അല്ലേ, 4 ഇൻറ്റു 10, 4 ഇൻറ്റു 10 ആണ് ഗാമ ഡബ്ല്യു എടുക്കുന്നതെങ്കിൽ 40 വരും. മനസ്സിലായോ. ഇനി അപ്പം അതാണ് നമ്മുടെ BBയിൽ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കൂ, ഇവിടെ സാൻഡ് വന്നു, സാൻഡിൽ ഇപ്പം ഈ വാട്ടറിൻ്റെ ഈ കോളം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വാട്ടറിൻ്റെ കോളം വന്നത് കൊണ്ടാണ്, വാട്ടർ കോളം ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ, അവിടെ ചേഞ്ച് വരില്ലല്ലോ. വാട്ടർ കോളം വന്നില്ലെങ്കിൽ സാധാരണ രീതിയിൽ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരില്ല, നമ്മുടെ ട്രയാങ്കിൾ പോലെ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. വാട്ടർ കോളം ഇല്ലാത്ത കേസാണെങ്കിൽ അവിടെ സെക്ഷൻ എ, സെക്ഷൻ BB, സെക്ഷൻ CC വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം എന്താണ്, ഇവിടുത്തെ ലെവലിൽ പോർ പ്രഷർ അതൊക്കെ ഗ്രാജുവലി ഇൻക്രീസ് തന്നെയാണ് അവിടെ വരുന്നുള്ളൂ. ഇവിടെ പോർ പ്രഷർ 0 ആണ്. ഇവിടെ എത്തുമ്പോൾ എന്താണ്, പോർ പ്രഷർ അത് അതേപോലെ തന്നെ ആ ഒരു റേറ്റിൽ തന്നെയാണ് പോർ പ്രഷർ ബിൽഡപ്പ് ആവണുള്ളൂ. പക്ഷെ ഇവിടെ ഈ പൈപ്പ് ഇട്ടത് കൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, സെക്ഷൻ ഇത് വഴി. കാരണം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോർ പ്രഷർ എന്ത് വരുന്നുണ്ട്, സാൻഡിൽ എത്ര വരുന്നുണ്ട്, ഈ 4ന്റെ കൂടെ ഈ 2 മീറ്ററിന്റെ 6 മീറ്ററിന്റെ സംഭവം ആഡ് ചെയ്യണം. കണ്ടോ, ഇവിടെ കണ്ടോ 6 മീറ്ററിന്റെ. അപ്പം ആക്ച്വലി അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലേ വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അബവ് നിങ്ങൾ എന്ത് എഴുതുക, സെക്ഷൻ BB എന്ന് എഴുതുക. ജസ്റ്റ് അബവ് BB നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, സിഗ്മ U സിഗ്മ ബാർ കണ്ടുപിടിക്കണം. ജസ്റ്റ് ബിലോ BB എന്ത് കണ്ടുപിടിക്കണം, സിഗ്മ കണ്ടുപിടിക്കണം, U കണ്ടുപിടിക്കണം, സിഗ്മ ബാർ കണ്ടുപിടിക്കണം. മനസ്സിലായോ. ഈ പൈപ്പ് ഇല്ലെങ്കിൽ സാധാ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ പൈപ്പ് ഇല്ലാതെ ഉള്ളതൊന്ന് ചെയ്തു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പൈപ്പ് ഇല്ലെങ്കിൽ എന്താണ്, അതൊരു നോർമൽ ട്രയാങ്കിൾ പോലെ തന്നെയാണ് സാധാ വരുള്ളൂ. ഇവിടെ കാപ്പിലറി അല്ലല്ലോ ഇവിടത്തേത്, ഇവിടെ ഈ ഒരു പൈപ്പാണ് ഇവിടുത്തെ ഒരു കേസസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷൻ BB ജസ്റ്റ് അബവ് എന്ന് പറഞ്ഞേ. സെക്ഷൻ BB ജസ്റ്റ് അബവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം, ഇതുണ്ടോ, ഇതാണ്. ഈ ക്ലേ ഒന്നും എഴുതണ്ട കേട്ടോ, നിങ്ങൾ സെക്ഷൻ BB ജസ്റ്റ് അബവ് എന്ന് പറയാം. അപ്പോൾ ജസ്റ്റ് അബവ് ക്ലേ തന്നെയാണല്ലോ. അപ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ എത്ര വരും കേട്ടോ, എന്താണിത് 19.5 ഇൻറ്റു 4 കിട്ടി. U എന്ന് പറയുമ്പോൾ എത്ര വരും, ഇവിടെ ജസ്റ്റ് അബവ് എന്ന് പറയുമ്പോൾ അത് B തന്നെ. ജസ്റ്റ് അബവ് എന്ന് പറഞ്ഞാൽ അത് ബിയുടെ അവിടെ തന്നെയുള്ള ഹൈറ്റ് എടുക്കണം. അപ്പോൾ എത്രയാണ്, 4 ഇൻറ്റു
അതായത് ഈ ബീനോട് ചേർന്ന് ഒരു ജസ്റ്റ് ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പം അതുകൊണ്ടാണ് യു എന്ന് പറയുമ്പോൾ എത്ര വരും? ക്ലേയിൽ എന്താ വരുന്നുള്ളൂ? ക്ലേയിൽ വാട്ടർ ടേബിളിൻ്റെ ആ ഒരു അക്കൗണ്ട് ചെയ്യുന്ന പോർ പ്രഷർ തന്നെ വരുള്ളൂ. അപ്പം 4×10 40 വരും. സിഗ്മ ബാർ കണ്ടുപിടിക്കുന്നു. ഇനി ബി എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിൽ ക്രൂഷ്യൽ ആയതുകൊണ്ട് ജസ്റ്റ് ബിലോ നമ്മൾ എടുക്കുമ്പോൾ, ജസ്റ്റ് ബിലോ എന്ന് പറയുമ്പോൾ സാൻഡിലേക്കാണ് അത് വന്നത്. അപ്പോഴും സിഗ്മയിൽ ചേഞ്ച് ഒന്നുമില്ല. സിഗ്മ എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും? ഇതിന്റെ മുകളിലുള്ള ക്ലേയുടെ പ്രഷർ കാരണം തന്നെയേ വരുള്ളൂ. അപ്പൊ അത് എത്രയാ വരിക? 19.5 × 4 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ 78 തന്നെ വന്നു അല്ലെ? ഇവിടുത്തെ അത് തന്നെയാണ് ഇവിടെയും വരിക. ക്ലിയർ അല്ലേ? അതിലൊരു ചേഞ്ചും ഉണ്ടാവില്ല കേട്ടോ. ഇനി യുലാണ് പ്രശ്നം വരിക. യു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വാട്ടർ കോളത്തിന്റെ 4 മീറ്ററും അതുപോലെ ഇവിടെ എക്സ്ട്രാ വന്ന ആ ഒരു 2 മീറ്ററും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രഷർ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കാം, ഈ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന വാട്ടർ ടേബിളിൽ നിന്ന് നമ്മുടെ സാൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി, സാൻഡിന്റെ ടോപ്പ് ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എത്ര വരും? 2ഉം 4ഉം 6 വരില്ലേ? അങ്ങനെയാണ് ഈ 6 വന്നത്. അപ്പൊ 6×10 60 എന്ന് വന്നു. മനസ്സിലായോ? അപ്പൊ എന്ത് വന്നു? 6×10 60 എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഇത് മുതലുള്ള ദൂരം വരുന്നത്. ഈ ഒരു സംഭവം വരും. അപ്പൊ അങ്ങനെയാണ് 60 വന്നത്. എന്നിട്ട് നമ്മൾ സിഗ്മ ബാർ 78 - 60 വന്നപ്പോൾ 18 വന്നു. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് അബോവും ജസ്റ്റ് ബിലോവും കഴിഞ്ഞു. ഇനി സെക്ഷൻ CC നമ്മൾ സാധാ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 4×19.5 മുകളത്തെ ക്ലേയുടെ പ്ലസ് 2 രണ്ടും സാച്ചുറേറ്റഡ് തന്നെയാണ്. ഗാമ സാറ്റ് തന്നെയാണ് 2 തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്ത് വരും? 2×18.5 വരില്ലേ? അപ്പൊ 115 വന്നു. ഇനി വാട്ട് ഈസ് ദ പോർ പ്രഷർ അറ്റ് ദിസ് ലെവൽ? യു എത്രയാണ് വരുന്നിട്ടുള്ളത്? യു വന്നിട്ടുള്ളത് 8. 8 എങ്ങനെ വന്നു? നമ്മുടെ CCയിലേക്കുള്ള ദൂരം 4ഉം 2ഉം പിന്നെ ഇവിടുത്തെ 2ഉം, 4 2 6 2 8. അങ്ങനെയാണ് 8×10 വന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായവരോ? മനസ്സിലായി എന്നൊന്നും അവിടെ എഴുതി വെച്ചേ. ഇതിപ്പോൾ കഴിയും കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്ലിയർ എന്ന് എഴുതി വെക്കും. അപ്പോൾ യു 8×10 80 വന്നു. അങ്ങനെയാണ് സിഗ്മ ബാർ എന്ന് പറഞ്ഞത് 35 വന്നത്. മനസ്സിലായോ? ഇനി ഇതെങ്ങനെ പടം വരയ്ക്കും? നമ്മൾ പടം വരയ്ക്കുമ്പോൾ ഇവിടെ സിഗ്മ ഡയഗ്രത്തിൽ BB ലൈനിൽ ജസ്റ്റ് ഓൺലി 1 വാല്യൂ അല്ലേ? ജസ്റ്റ് അബവ് ജസ്റ്റ് ബിലോ സെയിം വാല്യൂ ആയതുകൊണ്ട് അത് ഒരു വാല്യൂ തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി പോർ പ്രഷറിൽ വരുമ്പോൾ നേരത്തെ ഒരേ വാല്യൂ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ മൈനസ് എന്നുള്ള രീതിയിൽ, ക്യാപ്പിലറിയിൽ അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. ഡയഗ്രാം അങ്ങനെ തന്നെ വരും. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ ടോപ്പിൽ എന്താണ്? നമ്മുടെ പോർ പ്രഷർ 0 ആണ്. പക്ഷേ ജസ്റ്റ് എബവ് വരുമ്പോൾ എത്ര വന്നു? 40. ജസ്റ്റ് ബിലോയിൽ എത്ര വന്നു? പോർ പ്രഷർ 60. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 40ന്റെ കുത്ത് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് 40ന്റെ ഡോട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അതേ ലൈനിൽ തന്നെ 60ന്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 0ത്തിൽ നിന്ന് 40ലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ ഒരു 2 സെന്റിമീറ്ററും കൂടി വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 60നെ മാർക്ക് ചെയ്യുന്നു. ഗ്രൗണ്ടിൽ ബേസ് ലെവലിൽ 80യുടെ സാധനത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നു. അപ്പൊ ദിസ് ഇസ് യുവർ പോർ പ്രഷർ ഡയഗ്രാം. പോർ പ്രഷർ ഡയഗ്രാം ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ ഇഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ബാർ ഡയഗ്രാം വരുമ്പോൾ ഫസ്റ്റ് 0 തന്നെ. അടുത്ത വാല്യൂ എത്രയാണ് വന്നത്? അടുത്ത വാല്യൂ എത്രയാണ് വന്നത്? 38 വന്നു അല്ലേ? അപ്പം 38നെ ഞാൻ ഇവിടെ കാണിച്ചു. 38. അത് കഴിഞ്ഞിട്ട് എത്രയാണ് വന്നത്? സിഗ്മ ബാർ 18. അപ്പം 0. അപ്പം നമ്മൾ ചെയ്യേണ്ട രീതി എന്താ? നമ്മൾ 0 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ എത്രയായിരുന്നു? 38 ആയിരുന്നു. അപ്പം ഇതാണ് 0, ഇത് 38. അപ്പം 0 എന്ന് ഞാൻ പോകേണ്ടത് 38ലേക്കാണ്. 38 നിന്നാണ് 18ലേക്ക് പോകാൻ പാടുള്ളൂ. അത് തെറ്റിക്കരുത് കേട്ടോ. തെറ്റിച്ച് കഴിഞ്ഞാൽ ഇത് ആകെ പ്രശ്നമാവും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആവാതെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ABC എടുത്തത്. പക്ഷേ ആക്ച്വലി ഇത് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് ഈ 2 ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിക്കണം. അത് തന്നെയാണ് അതിൻ്റെ വൃത്തി എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയാനുള്ള സമയമൊന്നും നമുക്ക് അധികം ഇല്ല. അതുകൊണ്ട് മിക്കവാറും ഞാനിത് ഓൺലൈൻ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഡിസ്കഷൻ നിർത്തും. ഇനി ഇത് പറയില്ല. അപ്പോൾ ഇതെല്ലാവരും ഇത് മനസ്സിലാക്കി എഴുതി കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പം എന്ത് നമ്മൾ ചെയ്തു? 0ത്തിൽ നിന്ന് ആക്കി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 0ത്തിൽ നിന്ന് ഇതിനെ പിടിക്കണം. ഏതിലേക്ക് വരണം? 38ലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ട് വേണം, 18ലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ട് വേണം 35 വന്ന് ക്ലോസ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം കൂടി അവർ പറയുന്നുണ്ട്. എൻ്റെ ആർട്ടീഷ്യൻ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ് ബൈ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 മീറ്റർ എന്നുള്ളത് 1 മീറ്റർ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചേഞ്ച്? ഒന്ന് പറഞ്ഞേ. 1 മീറ്ററിലേക്കാണ് വരുന്നതെങ്കിൽ ആരാ പറയാ? അശ്വതി എന്ന് പറഞ്ഞേ. സിഗ്മ ഇത് 2 മീറ്റർ എന്നുള്ളത് അതിന് ആൻസർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അശ്വതി ഒന്ന് നോക്കണം. ഇത്
ഇത് 1 മീറ്റർ ആവുകയാണെങ്കിൽ എന്ത് വരും? പറയൂ. സിഗ്മ ഈ സെക്ഷൻ CCയിൽ ഒരു പറയുന്നത് when the artesian pressure is reduced by 1 meter, അതായത് ഈ വാട്ടർ കോളം 2 മീറ്റർ എന്നുള്ളത് മാഞ്ഞ് അത് 1 മീറ്റർ ആണ് കേസ് എങ്കിൽ സിഗ്മ എന്ന് പറയുമ്പോൾ എത്രയാ? സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രസക്തിയില്ല. സിഗ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് തന്നെയാണ്? 4 × 19.5 അല്ലേ? 4 × 19.5 പ്ലസ് 2 × 18.5. ക്ലിയർ അല്ലേ? ഇത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ പോർ പ്രഷറിലാണ് അതിന്റെ കുറച്ചിൽ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അശ്വതിക്ക് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് പറയൂ. സിഗ്മ എന്ന് പറയുന്നത് ഓക്കെ. അത് അപ്പൊ അതൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ട്വിസ്റ്റ്, അതായത് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് എഴുതാന്ന് നമ്മുടെ ആവശ്യമല്ലേ. അപ്പൊ ആ രീതിയിൽ നമ്മളത് മനസ്സിലാക്കണം. ആർട്ടിഷ്യൻ പ്രഷർ 1 മീറ്റർ കുറച്ചു എന്ന് പറയുമ്പോൾ ഈ സാൻഡ് ലെയറിൽ നിന്ന് പൈപ്പ് ഇട്ടതിലത്തെ ആ പ്രഷർ 2 മീറ്റർ എന്നുള്ളത് 1 മീറ്റർ ആയിട്ട് ഡ്രോപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ടോട്ടൽ സ്ട്രെസ് ഇസ് നോട്ട് മേക്കിംഗ് എനി ചേഞ്ച്. അതിലൊരു ചേഞ്ചും വരില്ല. കാരണം അത് എന്താണ് ഈ സോയിലിന്റെ വെയിറ്റ് കാരണം ഉള്ളതാണ് ടോട്ടൽ സ്ട്രെസ് അല്ലേ. അപ്പൊ എന്താ വരുള്ളൂ? 4 × 19.5 പ്ലസ് 2 × തന്നെ വരിക. പക്ഷെ പോർ പ്രഷറിൽ എന്ത് വരും? ഇപ്പൊ ഇത് 2 മീറ്ററിന് പകരം 1 മീറ്റർ ആയി. അപ്പൊ 1 + 4 + 2 എന്ന് പറയുന്നത് എത്രയാ? 7 അല്ലേ. അപ്പൊ 8ന്റെ പകരം അത് എത്ര? 7 ആയി. 7 × 10 70. സിഗ്മ ബാർ എത്ര വരും? 115 - 70 45 വരും. അപ്പൊ ഇൻക്രീസ് ഇൻ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് എന്തായി? കൂടിയില്ലേ ഇവിടെ? 45. നമ്മളെപ്പോഴും പറഞ്ഞു വാട്ടർ ടേബിളിൽ ഓവർ ചെയ്യുമ്പോഴാണ് ഇഫക്റ്റീവ് സ്ട്രെസ് കൂടുക എന്നുള്ളതാണ് പറഞ്ഞത്. വാട്ടർ ടേബിളിൽ ഓവർ ആവുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷിയർ സ്ട്രെങ്ത് കൂടുക എന്നാണ് അർത്ഥം. വാട്ടർ ടേബിൾ ഇങ്ങനെ പൊന്തി വരുമ്പോൾ അത് നിങ്ങളിപ്പോൾ പഠിക്കില്ല, നിങ്ങൾ ജിയോടെക് 2 പഠിക്കും. വാട്ടർ ടേബിൾ ഇങ്ങനെ പൊന്തി വരുമ്പോൾ ബെയറിംഗ് കപ്പാസിറ്റി കുറയുക ചെയ്യുക. ബിൽഡിങ്ങിന്റെ അതിൽ അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വാട്ടർ ടേബിൾ ഇങ്ങനെ പൊന്തി വരുന്നത് നല്ലതാണ്, മഴയൊക്കെ നല്ലതാണ്. വാട്ടർ ടേബിൾ പൊന്തിക്കോട്ടെ, കിണറ്റിൽ വെള്ളം വന്നോട്ടെ. പക്ഷെ നമ്മളുടെ ബിൽഡിങ്ങിന് അത് ദോഷമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത് മണ്ണ് സോക്കാവില്ലേ, അപ്പൊ അതിന്റെ സ്ട്രെങ്ത് കുറയില്ലേ. അപ്പൊ ഈ വെള്ളം കയറി വരുമ്പോൾ ഷിയർ സ്ട്രെങ്ത് കുറയുക ചെയ്യുക. അതുപോലെ തന്നെ ഇഫക്റ്റീവ് സ്ട്രെസ്സും കുറയുകയാണ് ചെയ്യുക. ഈ വാട്ടർ ടേബിൾ ഇങ്ങനെ ഏറ്റവും കുറഞ്ഞു വരുമ്പോൾ ലോവർ ചെയ്യുമ്പോൾ ഷിയർ സ്ട്രെങ്ത് കൂടുക അല്ലെ. മണ്ണ് ഉണങ്ങുമ്പോഴല്ലേ സ്ട്രെങ്ത് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് ഷിയർ സ്ട്രെങ്ത് കൂടും. ഓട്ടോമാറ്റിക്കലി യുവർ ഇഫക്റ്റീവ് സ്ട്രെസ് ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? അപ്പോൾ 45 വന്നു. അപ്പോൾ 45 - 35 10. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് എല്ലാ നോട്ടിലേക്ക് എഴുതി കൊണ്ടുവരണം. അത് തിങ്കളാഴ്ച. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി എനിക്ക് കാണിക്കാണ്ട്, അത് 1 മിനിറ്റ് കൂടി വെച്ച് ഞാൻ കാണിച്ച് ഇപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ക്ലാസ് ക്ലോസ് ചെയ്യാം കേട്ടോ.